ഇനി നമ്മൾ പോകുന്നത് സൺഫ്ലവർ ഫീൽഡ് കാണാനാണ്. ആ ട്രെയിനിൽ വന്ന ആൾക്കാരാണ് ഈ മൊത്തം. ഒരു 10-700 ആൾക്കാരോളം ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ ക്യൂ നിന്നിട്ട് വാനിൽ കയറാണ്. വാന് ഫുള്ളാകുന്നതനുസരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചധികം ദൂരമുണ്ട് നമുക്ക് പോകാൻ. എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാണ് കയറിയുന്നത്. ഇപ്പോൾ പോയതുകൊണ്ട് നമുക്കറിയാമല്ലോ, കുറച്ചധികം ദൂരമുണ്ട്. ഇങ്ങനെ ഓരോ വണ്ടി ഫില്ലാകുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പോവും. തിരിച്ച് നമുക്കും ആ വാൻ തന്നെ നമുക്ക് കയറിയ വാനിൽ തന്നെ കയറണമെന്നൊന്നുമില്ല. അത് നമ്പറുണ്ട്, നമുക്കറിയാം. തിരിച്ച് ഏതെങ്കിലും അവിടുന്ന് പോകുന്ന വാനിൽ കയറി തിരിച്ച് പോന്നാൽ മതി. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് ഫീൽഡിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വാൻ പോവില്ല കേട്ടോ. ആ ചെറിയ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ്. ഇത് ചെറിയൊരു പാടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ചെറിയ പാടം കഴിഞ്ഞ് പിന്നീടാണ് വാനിൽ വേറെ വലിയൊരു പാടത്തിലേക്ക് പോകുന്നത് കേട്ടോ. പാടത്തിലേക്ക് പോകുന്നു. കുറേ എല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. നല്ല എന്താ പറയേണ്ടത്, ഒത്തിരി വലിപ്പമുള്ള പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളല്ല. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കാൾ വലിപ്പമുണ്ട്. അത് ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ കാണാൻ സാധിക്കും കേട്ടോ. എന്നാണെങ്കിലും ഒരു മഞ്ഞപ്പാടം. ഇത് ഒത്തിരി ഒന്നുമില്ല ഈ പാടം കാണുന്നത് കേട്ടോ. ഇത് ഒരു കുറച്ച് ഏരിയ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വാനിൽ കയറി യാത്ര തുടർന്നു കേട്ടോ. അടുത്ത പാടത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാടത്ത് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വേറൊരു ട്രാക്ടറും ആക്കിത്തരും. ട്രാക്ടറിന് നമ്മൾ 10 ബാത്ത് കൊടുത്താൽ മതി. ട്രാക്ടറിൽ കയറി ഫുള്ള് ചുറ്റിക്കാണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ഫുള്ള് ഇങ്ങനെ മഞ്ഞ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അതുപോലെ ഇത് കണ്ടാലും ഈ മഞ്ഞപ്പൂ തന്നെ, ഈ സൺഫ്ലവർ ഫീൽഡിൽ വേറെ ഒന്നും അല്ലല്ലോ, ഇത് തന്നെയല്ലേ കാണാനുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു അതിശയപ്പെട്ട ഒരു കാര്യമാണ്, ആ പൂക്കൾ മാത്രം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാടോ പുല്ലോ ഒന്നുമില്ല, നല്ല ക്ലീനായിട്ട് കിടക്കുന്നു. ഇങ്ങനെയാണോ സൺഫ്ലവർ? നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കാടും പുല്ലും ഒക്കെ ഉണ്ട്. ഇതങ്ങനെയൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് കിടക്കും. ഫുള്ള് മഞ്ഞ മാത്രം. അതാണല്ലോ സൂര്യനെ പ്രണയിച്ചവൾ സൂര്യനെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അവളെ നോക്കി നമ്മളിങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ആ പൂക്കളുടെയൊക്കെ വലിപ്പം കണ്ട് എത്രമാത്രം നിങ്ങൾക്കത് കാണാൻ ശരിക്ക് തിരിയുമെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഭംഗിയാണ് കാണാൻ. ഒരു അതിശയം തന്നെ കേട്ടോ ഇതും. എന്നെ സംബന്ധിച്ച് ഇതും അതിശയമാണ്. എല്ലാം അത്ഭുതം അല്ലേ? ആദ്യമായിട്ട് കാണുന്നത് എല്ലാം അത്ഭുതം. ഓക്കെ, ഇത് നമ്മളെ ട്രാക്ടറിലുള്ള കയറിയ ആൾക്കാരാട്ടോ. കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പിന്നെ വീഡിയോ എടുത്ത് അവരുടെ തെറി കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ തിരിച്ചു വെച്ചു. ഓക്കെ, ഇത് ആ പാടം കണ്ട ബേക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ പാടം അങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പുറത്തേക്ക് തിരിഞ്ഞാലും ഈ പാടം തന്നെ കാണാനുള്ളൂ. ഫുള്ള് മഞ്ഞപ്പ്. എന്നാണെങ്കിലും അടിപൊളി കേട്ടോ. എൻ്റെ അടുത്തിരുന്നൊരു കുഞ്ഞുവാവ കേട്ടോ. നല്ല സുന്ദരി കുഞ്ഞാവ അല്ലേ? എന്നാണേലും നല്ല പൂക്കളും കണ്ട് നല്ല മനുഷ്യരുടെ ഇടയിൽ നമ്മൾ അങ്ങനെ ഒരു ദിവസം ചിലവഴിച്ചു. എന്നാണേലും അടിപൊളി. ഇങ്ങനെ വേണമെങ്കിൽ ഈ കാണുന്ന വണ്ടികളില്ലേ, അതൊക്കെ വാടകയ്ക്ക് കിട്ടും കേട്ടോ. ആ ഫീൽഡ് ഫുള്ള് ചുറ്റി കാണാൻ പറ്റും. നമ്മളിപ്പോൾ അതിന് പൈസ കൊടുക്കണം. പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ മുഴുവനും ചുറ്റി കാണാം. അതാകുമ്പോൾ വെയിലും ഉണ്ടാകും. ട്രാക്ടർ ആകുമ്പം അതിൻ്റെ മേൽക്കൂരയുണ്ട്, അതിന് ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊള്ളാതെ പോകാം. ജൈൻറ്റ് വീലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫീൽഡിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അകത്ത് കയറുന്നവർക്ക് അതിൻ്റെ അകത്ത് കയറാം. എനിക്ക് പിന്നെ പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പോയില്ല കേട്ടോ. നമ്മൾ ഇതിലിങ്ങനെ ചുറ്റിക്കണ്ട് മഞ്ഞപ്പാടം മാത്രമായിട്ട് മഞ്ഞപ്പാടം കണ്ട്. നമ്മുടെ നാട്ടിലും ഇത്രയുള്ള ഫീൽഡൊന്നും ഇല്ല കേട്ടോ. എന്നാണേലും ഇതൊരു വല്ലാത്ത ഒരു അതിശയം തന്നെയാണ്. ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ ജൈൻറ്റ് വീലൊക്കെ അങ്ങ് ദൂരെ കാണാം. അന്നേരം നമുക്ക് അതിൻ്റെ ആ ഒരു എത്രമാത്രം ദൂരമുണ്ട് ഇത് എന്നുള്ളത് നമുക്ക് തിരിയും. എന്തുമാത്രം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതെന്ന്. ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ്. ഒരു സീസണാണ് കേട്ടോ, നവംബർ ഡിസംബർ സമയത്താണ് ഈ ഇവിടെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത്. അന്നേരം സഞ്ചാരികൾ ഒരുപാട് വന്ന്, സഞ്ചാരികളുടെ ഒരു ഒഴുക്കെന്ന് പറയും.
ഇങ്ങനെ ആൾക്കാർ വന്നും പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, പൂക്കളുടെ വലിപ്പം കാണണമെങ്കിൽ എൻ്റെയും ചേട്ടായിയുടെയൊക്കെ മുഖത്തിനേക്കാൾ വലിപ്പമുള്ളത്. എന്നാണേലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഓക്കേ.